ഉച്ചക്കത്തെ ചോറിൻ്റെ എൻ്റെ മമ്പയർ ഉപ്പേരി കണ്ട എന്തൊരു വെന്ത് വന്ന് നോക്കുമ്പോൾ ഭയങ്കര തടി നല്ല മമ്പയറാണ്. കാന്താരി അതാ മേലെ കിടന്നിട്ട് അങ്ങനെ ഉരുളുന്ന്. ഇത് ഞാൻ മുറിച്ചിടാണ്ടാന്ന് ഇട്ടെ. അപ്പം കാന്താരി വേകുമ്പോൾ അങ്ങ് അടിഞ്ഞോളൂല്ലേ. ഇതിവിടുത്തെ വാഴയുടെ കടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കാന്താരി. ഇത് നല്ലോണം ഒന്ന് വെള്ളം വറ്റി അടിപൊളിയായിട്ട് ഒരു തേങ്ങ ചിരകി അങ്ങ് ഇട്ട് ഇതിനെ നല്ല അടിപൊളിയായിട്ട് ഒരുക്കിയിട്ട് നമുക്ക് കൊണ്ടുവരാം കേട്ടോ. വലിയ മമ്പാരി ഇപ്പോൾ സ്റ്റോറിൽ നിന്ന് വാങ്ങിയതാണ് ഞാൻ. അടിപൊളി. ഇങ്ങനത്തെ മമ്പാരി കിട്ടൽ കുറവാണ് എനിക്ക്, ചെറിയതാണ് കിട്ടൽ. ഇത് നല്ല രസമുണ്ട് കാണാൻ. അപ്പോൾ ഇന്നത്തെ ചോറിൻ്റെ എൻ്റെ ഒരു സംഭവമാണ് ഇത്. പുക തീപ്പായുന്ന തീപ്പറക്കുന്നതെന്നെല്ലാം പറയുന്ന പോലത്തെ മമ്പയറിൻ്റെ ഉപ്പേരി. അപ്പോൾ ഒരു തക്കാളീൻ്റെ കറിയും ഉണ്ട്. മമ്പയർ കിട്ടുമ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് പറശ്ശിനിക്കടവിലെ മുത്തപ്പൻ്റെ പ്രസാദം ഇതുപോലെ ഒന്ന് ആക്കി നോക്കണം കേട്ടോ. അത് നമുക്കൊരിക്കലും ഒരു കുഴഞ്ഞിട്ട് കിട്ടൂലല്ലോ. അതിങ്ങനെ വെതറായിട്ടല്ലേ കിട്ടുക. അങ്ങനെ ആക്കി എടുക്കണമെങ്കിൽ കുറച്ച് പാടാ. സമം വെള്ളവും അതിൻ്റെ പാകത്തിൻ്റെ വേവും എല്ലാം മനസ്സിലാവണം. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്ക്. എൻ്റെ മമ്പയർ ഇതാ അടുപ്പത്തുനിന്ന് തുള്ളി തുള്ളി വെള്ളം പറ്റാൻ നോക്കുന്നു. അപ്പോൾ ഓക്കെ, ഇങ്ങനെ വറ്റി വരുമ്പോൾ കുറച്ച് എന്ത് ചെയ്യുക, വറ്റി വരുമ്പം വെളിച്ചെണ്ണ ഇങ്ങനെ അങ്ങ് ഒഴിച്ച് കൊടുക്കും. അടിപൊളിയായിരിക്കും.